ഏപ്രിൽ 1 തിങ്കളാഴ്ച. മത്തായി 28 8 മുതൽ 15 വരെ വാക്യങ്ങൾ. ഈ ആഴ്ചയിലെ ഓരോ ദിവസവും യേശു തൻ്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്നതിൻ്റെ വ്യത്യസ്ത വിവരണങ്ങൾ നാം കേൾക്കുന്നു. ഇന്നത്തെ സുവിശേഷത്തിൽ യേശുവിൻ്റെ കല്ലറയ്ക്കടുത്തെത്തിയ സ്ത്രീകൾ കല്ലറ ശൂന്യമാണെന്ന് മനസ്സിലാക്കിയപ്പോൾ തങ്ങൾ കണ്ട വിചിത്രമായ കാര്യങ്ങൾ അവിടുത്തെ ശിഷ്യന്മാരോട് പറയാൻ ഓടി. സ്ത്രീകൾ ശിഷ്യന്മാരെ കണ്ടെത്താൻ പോകുമ്പോൾ യേശു അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. അവൻ അവരെ സ്നേഹപൂർവ്വം അഭിവാദ്യം ചെയ്തു. അവർ യേശുവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി അവൻ്റെ പാദങ്ങൾ ആലിംഗനം ചെയ്തു. യേശു തങ്ങളുടെ അടുക്കിലേക്ക് മടങ്ങി വന്നു എന്ന് ദൈവത്തെ സ്തുതിച്ചു. യേശു അവരോട് പോയി ശിഷ്യന്മാരോട് ഗലീലയിലേക്ക് പോകാൻ പറഞ്ഞു. എങ്ങനെയോ കാവൽക്കാർ ഈ അത്ഭുതകരമായ കഥ കേട്ടു. ഉടനെ അവർ മഹാപുരോഹിതന്മാരുടെ അടുക്കൽ ചെന്ന് ഈ കഥ അവരോട് പറഞ്ഞു. മുഖ്യപുരോഹിതന്മാർ അതീവ ഉത്കണ്ഠാകുലരായിരുന്നു. ഈ കിംവദന്തി പ്രചരിച്ചാൽ അവർക്ക് നാശമുണ്ടാകും. അതുകൊണ്ട് പടയാളികൾക്ക് കൈക്കൂലി കൊടുക്കാൻ മുഖ്യ പുരോഹിതന്മാർ തീരുമാനിച്ചു. മിണ്ടാതിരിക്കാൻ അവർ വലിയൊരു തുക കൊടുത്തു. യേശുവിൻ്റെ ശരീരത്തിന് എന്താണ് സംഭവിച്ചതെന്ന് ആരെങ്കിലും ചോദിച്ചാൽ അവർ ഡ്യൂട്ടിയിലായിരിക്കുമ്പോൾ ഉറങ്ങിപ്പോയെന്നും ആ സമയത്ത് ആരോ വന്ന് യേശുവിൻ്റെ ശരീരം മോഷ്ടിച്ചുവെന്നുമാണ് അവർ പറയേണ്ടത്. ശൂന്യമായ ശവകുടീരത്തെക്കുറിച്ച് കള്ളം പറയാൻ സൈനികർക്ക് കൈക്കൂലി നൽകി. കൈക്കൂലി പണ്ടുകാലം മുതലേ ഉള്ള ഒരു കുറ്റമാണ്. ഇന്നും ഇത് സത്യത്തെ അടിച്ചമർത്താൻ ആഗ്രഹിക്കുന്നവരുടെ പ്രവർത്തന രീതിയാണ്. കൂടാതെ ധാരാളം ആളുകൾ ഈ പൈശാചിക പ്രവർത്തനത്തിന് എളുപ്പത്തിൽ ഇരയാകുന്നു. എന്നാലും സത്യം ഒരിക്കലും മറച്ചു വെക്കാനാവില്ല. മുഖ്യ പുരോഹിതന്മാരും മൂപ്പന്മാരും സത്യസന്ധമായ ജീവിതത്തിൻ്റെ മുഖ്യ വക്താക്കളാകേണ്ടതായിരുന്നു. സത്യം മറച്ചു വെക്കാൻ കൈക്കൂലി കൊടുക്കേണ്ടി വരുന്നത് ദയനീയമാണ്. അധികാരത്തിലിരിക്കുന്നവർ തങ്ങളുടെ സ്ഥാനം നിലനിർത്താൻ നുണകൾ പരത്തുമ്പോൾ താമസിയാതെ അവർ വീഴും. മറുവശത്ത് സത്യം ജയിക്കുമ്പോൾ സ്വാതന്ത്ര്യം കൈവരിക്കുന്നു. യേശുവിൻ്റെ പുനരുദ്ധാനത്തെക്കുറിച്ചുള്ള വാർത്തകൾ അറിയപ്പെടാതിരിക്കാൻ മുഖ്യ പുരോഹിതന്മാർ പരമാവധി ശ്രമിച്ചിട്ടും യേശുവുമായുള്ള അവരുടെ കൂടിക്കാഴ്ചയെക്കുറിച്ചുള്ള സ്ത്രീകളുടെ വിവരണം ജെറുസലമിലുടനീളം അതിവേഗം പ്രചരിക്കുകയും ലോകമെമ്പാടും അതിന് പ്രതിധ്വനി ഉണ്ടാവുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, ഈ ഉയർപ്പ് തിരുനാൾ വേളയിൽ യേശുവിനെ വ്യക്തിപരമായി കണ്ടുമുട്ടാൻ കഴിഞ്ഞാൽ അത് വലിയൊരു അത്ഭുതമായിരിക്കില്ലേ? എന്തൊരു നല്ല സമ്മാനമായിരിക്കും അത്. ആർക്കറിയാം, ഇന്ന് നമുക്ക് കണ്ണുകളും മനസ്സും ഹൃദയവും തുറന്നു വയ്ക്കാം. നമുക്കും യേശുവിനെ കണ്ടുമുട്ടാൻ ഭാഗ്യമുണ്ടാകട്ടെ. എല്ലാവർക്കും ഉയർപ്പ് തിരുനാളിൻ്റെ മംഗളങ്ങൾ നേർന്നുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.